ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് സീരീസ് എപ്പിസോഡ് 8. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നുണ്ടാകാം ടെക്നിക്കൽ അനാലിസിന്റെ ബേസ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അനാലിസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാകുക. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അത്യാവശ്യം വൃത്തിക്ക് നമുക്ക് അനാലിസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് വ്യൂ. ആൾക്കാർ കൂടുതലായിട്ടും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ട്രേഡിംഗ് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നമുക്ക് ബ്രോക്കേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടെല്ലാം ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കുറച്ചും കൂടി സിംപ്ലിസിറ്റിയിൽ നമുക്ക് അനാലിസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നെക്സ്റ്റ് തിങ് നമ്മൾ എന്താണ് ഇനി അങ്ങോട്ടേക്കുള്ള ടെക്നിക്കൽ അനാലിസിൽ ബേസിക് ആയിട്ട് രണ്ടോ മൂന്നോ സ്റ്റെപ്പിൽ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെ കുറിച്ചും ഞാൻ മനസ്സിലാക്കി തരുന്നുണ്ടാവും. നമുക്ക് നേരെ ആ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് പോയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കഷൻ ചെയ്യാം. ഞാനിപ്പോ വന്നിട്ടുള്ളത് ട്രേഡിംഗ് വ്യൂയുടെ പ്ലാറ്റ്ഫോമിലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും നിഫ്റ്റി 50 നമ്മുടെ ഇൻഡെക്സിന്റെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു നിഫ്റ്റി 50യുടെ ചാർട്ടാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. എന്താണ് ചാർട്ട് എന്ന് ഒരു ഇൻട്രൊഡക്ഷൻ എല്ലാം തന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെറിയൊരു ക്ലാരിറ്റി തരാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോർമലി നമ്മൾ ഒരു സ്കൂളിൽ ഇരുന്ന് പഠിച്ച പോലെ ബോർഡും കാര്യങ്ങളും എടുത്തു വെച്ചിട്ട് വരച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ടാവും. ആ രീതിയിലുള്ള സെഷൻസ് ആണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മസ്റ്റ് ആയിട്ട് എല്ലാവരും പോയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പിന്നെ ആ ഒരു ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കാം. നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ വീഡിയോസ് വരുന്ന സമയത്തും ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് വളരെ ടൈം കുറഞ്ഞ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലാരിറ്റിയിൽ മനസ്സിലാക്കി തരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ എനിക്ക് ഫോറക്സ് റിലേറ്റഡ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റിയും കൂടിയുണ്ട്. ഞാൻ ഒരു ഫോറക്സ് ട്രേഡറും കൂടിയാണ്. അപ്പോൾ എനിക്കൊരു തോട്ട് തോന്നി, അതിന്റെ ബേസിലാണ് ഞാൻ ഇങ്ങനെ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്യാനും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാം. അതേപോലെ ഈ ഒരു വീഡിയോക്ക് എന്തായാലും നിങ്ങൾ ലൈക്കും കാര്യങ്ങളും കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയാം. നിങ്ങളിപ്പോ കാണുന്നത് ട്രേഡിംഗ് വ്യൂയുടെ ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് ഇവിടെ വന്നിട്ട് അക്കൗണ്ട് ഓപ്പണിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അക്കൗണ്ട് ഓപ്പണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാം. നമുക്ക് ഫ്രീ ആയിട്ടുള്ള വേർഷൻ അവൈലബിൾ ആയിട്ടുണ്ടാവും. അല്ലാതെ നമുക്കിപ്പം വെബ് മോഡൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞിട്ട് ക്രോമിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചു കൊടുക്കലാണെന്നുണ്ടെങ്കിൽ വാട്ടെവർ നിങ്ങളുടെ ആ ഒരു ബ്രൗസറിൽ അടിച്ചു കൊടുക്കലാണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ആ ഒരു വെബ് ടെർമിനലും കൂടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സിമിലർ ആയിട്ട് ഇപ്പൊ ഞാൻ ആപ്ലിക്കേഷൻ ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അവിടെ നിങ്ങൾ പോക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷന് പകരം നിങ്ങൾക്ക് ആ ഒരു വെബ് ട്രേഡിംഗ് അതിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്കിത് മൊബൈലും അവൈലബിൾ ആണ്. മൊബൈല് ആപ്ലിക്കേഷനിൽ ആപ്പ് സ്റ്റോറിലും അതേപോലെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ട്രേഡിംഗിൽ വരുത്താണെന്നുണ്ടെങ്കിൽ ചാർട്ടും കാര്യങ്ങളും അനാലിസിസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ നമുക്കൊരു വാച്ച് ലിസ്റ്റ് എല്ലാം ആഡ് ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ആ കാര്യങ്ങൾ നോക്കിക്കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ഫോറക്സിന്റെ ചാർട്ട് അവൈലബിൾ ആണ്. ഞാൻ ഫോറക്സ് ട്രേഡർ ആണ്. ഫോറക്സിന്റെ ചാർട്ട് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിന്റെ ചാർട്ട് അവൈലബിൾ ആണ്. എല്ലാ ചാർട്ടുകളും അവൈലബിൾ ആണ്. ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. വരുന്ന വീഡിയോസിൽ ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കഷൻസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും. ഇവിടെ നമുക്ക് റീസെന്റ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വളരെ ഇമ്പൾസീവ് ആയിട്ട് ഹയർ ലെവലിലേക്ക് ഒരു വോളിയം ആഡ് ചെയ്ത് വരുന്നത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഡെയിലി ഹയർ ലെവലിലേക്കുള്ള ഒരു മൊമെന്റം നമുക്ക് എക്സ്പെക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു ലെവൽസ് വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്കൊരു മൊമെന്റം എക്സ്പെക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ ഒരു ലെവൽസിലും 24,000 എന്നുള്ള റൗണ്ട് ലെവൽ ഉണ്ട്. അങ്ങോട്ടേക്കായിരിക്കും മേ ബി പ്രൈസ് വരുന്നത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകാം. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ എന്താണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഉപകാരം എന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് ഫ്രീ ആയിട്ട് അനാലിസിസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് അനാലിസിസ് ചെയ്യാം. ഇവിടെ നമുക്ക് അനാലിസിസ് ചെയ്യാൻ വേണ്ടി ടൂൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നമുക്ക് ആ ഒരു ഫിബ് ടൂൾ യൂസ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ലോ ടു ഹൈ ഡ്രോ ചെയ്യാം. ഇവിടെ ഹൈ ഉണ്ട്, ലോ ഉണ്ട്. ഈ ഒരു ഏരിയാസിൽ അതിന്റെ റിവേഴ്സൽ പോയിന്റ് കണ്ടോ. ഇവിടെ നമ്മൾ രണ്ട് ലൈനുകൾ കാണാൻ വേണ്ടി പറ്റുന്നതാണ് റിവേഴ്സൽ പോയിന്റ്. അങ്ങനെ ഒരുപാട് ടൂൾസും കാര്യങ്ങളും ഫിബ് പോലുള്ള ടൂൾസും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ നമുക്ക് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് ഡ്രോ ചെയ്യണമെന്ന് വിചാരിക്കാം. എന്താണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഏരിയ ആണ്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് അനാലിസിസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്ന എല്ലാ ടൂൾസുകളും ഉണ്ട്. അതേപോലെ തന്നെ നോർമലി ഉള്ള നമ്മുടെ ബ്രോക്കറുമായിട്ട് കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു ടൈം ഡിലേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ആ കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബട്ട് നമ്മൾ ട്രേഡ് എക്സിക്യൂഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു
പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ടും ട്രേഡിംഗ് വ്യൂലേക്ക് പോയിട്ടും നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അനാലിസിസും കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അനാലിസിസ് ചെയ്തതിന് ശേഷം നമുക്ക് എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മള് ബ്രോക്കർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു വീഡിയോസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബ്രോക്കർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ട് അവിടെ പോയിട്ട് അക്കൗണ്ട് ഓപ്പണിംഗ് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി എന്താണ് ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോസിൽ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ട്രേഡിംഗ് വ്യൂ എന്താണെന്ന് മനസ്സിലായിട്ട് നമ്മൾ അനാലിസിസും കാര്യങ്ങളും യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് വ്യൂ. അതിന്റെ ലിങ്ക് ഞാൻ ഡൗൺ സൈഡിൽ കൊടുക്കാം ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതേപോലെ ഇനി എന്താണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പഠിക്കാൻ വേണ്ടി ഫസ്റ്റ് പോകുന്നുണ്ടാകുക കാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ചായിരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നുണ്ടാകും. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ചാർട്ട് എന്ന് വെച്ചാൽ കാൻഡിൽ സ്റ്റിക്സ് ചാർട്ടാണ്. ഇവിടെ കളേഴ്സും കാര്യങ്ങളും ഒരുപാട് ചാർട്ടും കാര്യങ്ങളും കണ്ടുവരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ കളേഴ്സ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. ഈ ഒരു കളേഴ്സും കാര്യങ്ങളെല്ലാം മാറ്റി അതിന്റെ ലോജിക്കും കാര്യങ്ങളും നെക്സ്റ്റ് വരുന്ന വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നുണ്ടാവും. ഇത് വളരെ ഷോർട്ട് വീഡിയോ ആണ്. ഏതാണ് പ്ലാറ്റ്ഫോം, ഇനി അങ്ങോട്ടേക്ക് എന്താണ് 2-3 ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നുണ്ടാകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടാവും. അതിനു മുമ്പ് നമ്മൾ എന്താണ് ചാർട്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ടാവും. ഓരോ കാൻഡിൽ സ്റ്റിക്സും നമ്മൾ ബോർഡിലേക്ക് പോയിട്ട് ഡ്രോ ചെയ്ത് ഞാൻ മനസ്സിലാക്കി തരുന്നുണ്ടാകും ഇതിന്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ. ഓക്കെ. അതിനുശേഷം ചാർട്ടിലേക്ക് പോയിട്ട് ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്ത് തരുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ. ആ ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിടുക. അപ്പൊ ബിഗിനറിലാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ ആ ഒരു സീരീസിൽ ഈ ഒരു ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ സീരീസിൽ നിങ്ങൾ പോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നും ടെക്നിക്കൽ അനാലിസിസ് എല്ലാം മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ട്രേഡ് ചെയ്യാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചാർട്ടിനെ കുറിച്ചിട്ടും ഇനി കാൻഡിൽസിനെ കുറിച്ചിട്ടും അതേപോലെ സപ്പോർട്ട് റെസിസ്റ്റൻസിനെ കുറിച്ചായിരിക്കും ഇനി കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാകുക. ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ഇപ്പൊ ഫോറക്സിലാണ് ഞാൻ കൂടുതലും ട്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കാറുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ SMC എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഈ ഒരു ലിക്വിഡിറ്റി കോൺസെപ്റ്റും യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ സപ്പോർട്ട് റെസിസ്റ്റൻസും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ നമുക്ക് ഇതിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഷെയർ മാർക്കറ്റ് പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിന് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.